പാകിസ്ഥാനെതിരെ താലിബാൻ ചാവേർ പടയെ സജ്ജമാക്കിയതായി റിപ്പോർട്ട്. പാകിസ്ഥാന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന ശക്തമായ നിലപാടിലാണ് താലിബാൻ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് താലിബാൻ തങ്ങളുടെ ചാവേർ പടയെ സജ്ജമാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനെ വേരോടെ അറുക്കുക എന്ന പ്രധാന ലക്ഷ്യമാണ് ഇപ്പോൾ താലിബാനുള്ളത്. പാകിസ്ഥാന്റെ ആക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ബദ്ദർ ന്യൂസ് ഏജൻസിയാണ് താലിബാന്റെ ചാവേർ പടയുടെ ചിത്രം പുറത്തുവിട്ടത്. ചാവേർ പോരാളികളായ സംഘം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് പ്രത്യേക യൂണിഫോമും കാർ ബോംബും സഹിതം സജ്ജരായിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം പാക് അതിർത്തിയായ ഡ്യൂറൻ ലൈനിലെ വിവിധ ഭാഗങ്ങളിൽ താലിബാന്റെ സൈനിക നീക്കങ്ങൾ നടന്നു വരികയാണെന്നാണ് താലിബാൻ വക്താവ് ഹംദുള്ള ഫിത്രത്ത് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയത്. പുതിയ പക്തിക ഗോസ് തുടങ്ങിയ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനെതിരെ അതിതീവ്രമായ പ്രത്യാക്രമണമാണ് നടത്തുന്നതെന്നാണ് താലിബാൻ വക്താവ് അവകാശപ്പെട്ടത്. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതിനൊപ്പം അതിർത്തിയിൽ താലിബാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ കരയാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിനിടെ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ താലിബാൻ സൈനിക പോസ്റ്റിൽ നിന്ന് സമാധാനത്തിനായി വെള്ളക്കൊടി വീശിയതായും പാക് മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. അഫ്ഗാനിലെ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാബൂളിലെ വിവിധ ഇടങ്ങളിൽ തീയും പുകയും നിറഞ്ഞ നിലയിലുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. അഫ്ഗാനിസ്ഥാനെതിരായ പാകിസ്ഥാന്റെ ആക്രമണം തുടരുകയാണെന്നായിരുന്നു പാക് സർക്കാർ വക്താവായ മുഷറഫ് സൈദിയുടെ പ്രതികരണം. യാതൊരു പ്രകോപനവുമില്ലാതെ അഫ്ഗാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നും സൈദി കൂട്ടിച്ചേർത്തിരുന്നു. പക്തിയ പ്രവിശ്യയിലെ താലിബാന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെയും ആക്രമണം നടത്തിയതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അതിനിടെ പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് ഇറാൻ രംഗത്തെത്തി. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള ചർച്ചകൾ സുഗമമാക്കാൻ എന്ത് സഹായവും ചെയ്യുമെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. പാകിസ്ഥാനി താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രിക് താലിബാൻ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേരെ ആക്രമണം ആരംഭിച്ചത്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തിയ പാകിസ്ഥാനി താലിബാനെ സംരക്ഷിക്കുന്നത് താലിബാൻ ഭരണകൂടമാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ഇതേ ചൊല്ലി കഴിഞ്ഞ ഒക്ടോബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ നിരന്തരം സംഘർഷമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സേന അഫ്ഗാനിസ്ഥാന് നേരെ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.